ആ കൊലപാതകത്തിന് ഉത്തരവാദികളായ കൊടും കുറ്റവാളികൾ, പ്രതികൾ ആയിട്ടുള്ള KSEBിയിലെ ഉദ്യോഗസ്ഥർ, നാണവും മാനവും ഇല്ലാത്ത ചില ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഒരു MLAയും കൂടി ചേർന്ന് സത്യത്തിൽ ഇന്നലെ കാണിച്ചത് കേരളത്തിലെ ഒരു അശ്ലീല കാഴ്ചയാണ്. ഇന്നലെ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ നമുക്ക് ഫോണും, അതായത് ഓഫീസുകളിലേക്ക് വന്ന ഫോണിനും നിലയ്ക്കാത്ത ഫോണുകളാണ് വന്നത്. ഈ അശ്ലീല കാഴ്ച തുറന്നു കാട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ കോവൂർ കുഞ്ഞുമോൻ MLAയും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും ഇന്നലെ കാണിച്ചത് കേരളത്തിനോട് മാപ്പർഹിക്കാത്ത ചില കുറ്റമാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അടിയന്തര ധനസഹായം നൽകുമ്പോൾ കുടുംബത്തിനകത്ത് ചെന്ന് വളരെ വ്യക്തിപരമായി ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ ചെന്ന് ആ ചെക്കോ മറ്റോ കൈമാറി തിരിച്ചു പോകുന്നതാണ് സാധാരണയുള്ള പതിവ്. മോർച്ചറിയിൽ മരവിച്ച മിഥുന്റെ ശരീരം കിടക്കുമ്പോഴാണ് കോവൂർ കുഞ്ഞുമോൻ MLAയും ഈ ഉദ്യോഗസ്ഥരും പ്രഹസനവുമായി 5 ലക്ഷം രൂപയുടെ ചെക്ക്, ഏതാണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കുമ്പോൾ അത് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നൽകുന്നത് പോലെ പ്രദർശിപ്പിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന് കൈ കാണിച്ച് പ്രദർശിപ്പിക്കുന്നത് പോലെ ചെക്ക് കൈമാറുന്ന കാഴ്ച നമ്മൾ കേരളം കണ്ടത്. എത്ര പ്രഹസനമായിരുന്നു MLAയും ഈ ഉദ്യോഗസ്ഥരും കാണിച്ചു കൂട്ടിയതെന്ന് അവർ തന്നെ ആ ദൃശ്യങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ, കുടുംബത്തിനൊപ്പം ഇരുന്നാൽ അവരുടെ വീട്ടുകാർ പോലും അത് സഹിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത്ര വൃത്തികെട്ട ഈ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇത്തരം പ്രഹസനങ്ങളുമായി അവർ ഇറങ്ങുന്നുണ്ട്. ഈ സമയത്തും ആ കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കുകയാണ് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്.